ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദ് കൃഷ്ണ ഭഗവാന്റെ പ്രതിമയിലെ പെയിൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നന്ദു ഇറങ്ങി വരിക. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക, മോളെ എങ്ങോട്ട് പോവുക? ഞാനൊന്ന് പുറത്ത് പോകുക അച്ഛാ, എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാണാനുണ്ട്. ആ, കൂട്ടുകാരെ കാണാൻ പോവുകയാണോ? നമ്മൾ പോയിക്കോ. മോള് പുറത്ത് പോകാത്തതിലായിരുന്നു ഞങ്ങളുടെ വിഷമം. അത് കേട്ടതും ആദ്യമൊക്കെ എനിക്ക് പുറത്ത് പോകാൻ വിലക്കായിരുന്നല്ലോ അച്ഛാ. അത് മോളെ എവിടെയെങ്കിലും പോയി അടിയുണ്ടാക്കുമെന്ന് കരുതിയിട്ടല്ലേ മോളെ, അല്ലാതെ മോളെ പുറത്ത് വിടുന്നോണ്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല, മോള് പോയിട്ട് വാ എന്നൊക്കെ പറയുക. ആ മോളെ, എന്താ അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കാണാനാണ് പോകുന്നത്. ശരി മോള് പോ എന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പോയതും ഗോവിന്ദൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. ഈശ്വര, എൻ്റെ മോൾ എവിടേക്ക് വേണേലും പോയിക്കോട്ടെ, ആരെ വേണേലും കണ്ടോട്ടെ, പക്ഷെ തെറ്റായ ചിന്തകളൊന്നും എൻ്റെ മോളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയന അനിയുടെ പിന്നാലെ പോയി. അനിയാണെങ്കിൽ ഒരു ബീച്ച് സൈഡ് കാത്തു നിൽക്കുക. ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അനി നിൽക്കുന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് അനി ഫോൺ എടുത്ത് വിളിക്കുക. ഹലോ, നന്ദു, എന്താ അനി? എനിക്ക് നന്ദുവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നന്ദു ഒന്ന് ഇവിടെ വരെ വരാവോ? എവിടെ? ബീച്ചിൽ? വേണ്ട അനി, അത് ശരിയാവില്ല. നന്ദു വരണം പ്ലീസ്, വരാതിരുന്നാൽ അതെനിക്ക് വലിയ സങ്കടമാവും. നന്ദു ഉറപ്പായിട്ടും വരണം. എന്നാൽ ശരി, ഞാൻ വരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ അനി കാത്തു നിൽക്കുമ്പോൾ നയന, അനി ആരെയാണ് ഈ കാത്തു നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് അനി വെയിറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പായിട്ടൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്നും ആലോചിച്ചുകൊണ്ട് നയനയും മറഞ്ഞു നിൽക്കുക. ഈ സമയം അനാമികയും കൂട്ടുകാരികളും വരിക. ദേടി, നിന്റെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആൾ നിൽക്കുന്നു. ഇത്രയും നേരം അയാളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടല്ലേ വന്നത്? അതെ, അതുകൊണ്ട് ആയുസിന് കുഴപ്പമൊന്നുമില്ല, വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരോട് അങ്ങോട്ട് ചെല്ലുക. അനി എന്ന് വിളിച്ച് അനാമിക. അത് കണ്ടത് അനി, അനാമിക, ഷോ, ഇവള് കൃത്യസമയത്ത് എത്തിയല്ലോ. ഈ സമയത്ത് തന്നെ നന്ദു വന്ന പ്രശ്നമാവും. നന്ദുവിനെ എപ്പോൾ കാണാൻ വന്നാലും ഇവൾ ഈ ഭാഗത്തേക്ക് വരും. എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചാൽ ഇങ്ങനെ നിൽക്കുക. എന്താണ് നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അനാമിക. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളൊന്ന് കാറ്റോളാൻ ഇറങ്ങിയതാ, അപ്പോഴാണ് നിന്നെ കണ്ടത്. ദേ ഇതെൻ്റെ കൂട്ടുകാരാ എന്നൊക്കെ പറയുമ്പോഴേക്കും ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം നയന, ഞാൻ വെറുതെ അനിയെ തെറ്റിദ്ധരിച്ചല്ലോ. അനാമികയെ കാണാനാണ് ഇവിടെ വന്ന് നിന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും പാവനി, അവൻ സംസാരിച്ചിട്ട് വരട്ടെ, പോയേക്കാം എന്നും പറഞ്ഞ് നയന തിരിഞ്ഞു പോവുക. നയന പോയി കഴിഞ്ഞതും അനാമികയ്ക്ക് ദേഷ്യം കയറി. എടാ, എന്താടാ നിനക്ക് എൻ്റെ കൂട്ടുകാരികളെ കാണുമ്പോൾ ഇത്ര ദേഷ്യം? അവരോട് നീ എന്തോന്നും മിണ്ടാതിരുന്നത്? ഞാൻ ദേഷ്യമൊന്നും പെട്ടില്ലല്ലോ അനാമികയെ. എനിക്ക് ഈ പെൺകുട്ടികളോട് സംസാരിക്കുന്നൊന്നും അത്ര ഇഷ്ടമില്ല, താല്പര്യവുമില്ല. അത് കേട്ടതും നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നെ കണ്ടപ്പോൾ ഇടിച്ചു കയറി സംസാരിച്ചത് നീയല്ലേ? എന്നിട്ടിപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ തന്നെ എന്നോട് പരിചയപ്പെടാൻ പറയും, എന്നിട്ട് നീ തന്നെ സംസാരിക്കാൻ പറയും. അവസാനം ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ പെൺകുട്ടികളോട് നീ മിണ്ടരുതെന്ന് പറയും. എന്താ അനാമിക ഇത്? ശരി, എന്തായാലും ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി. സാരമില്ല, എന്തായാലും നിന്നെ കണ്ടതല്ലേ, വാ നമുക്കൊന്ന് ഒറ്റയ്ക്ക് ജ്യൂസ് കുടിക്കാൻ പോവാം. വേണ്ട അനാമിക, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ നിൽക്കുക, അവനിപ്പോൾ ഇങ്ങ് വരും. അതൊക്കെ പിന്നെ കാണാം, നീ വാ നീ എന്നും പറഞ്ഞ് അനിയെ നിർബന്ധിച്ച് വിളിക്കുക. പക്ഷെ അനി പോകാൻ കൂട്ടാക്കിയില്ല. ഞാൻ പോയാൽ നന്ദു വരുമ്പോൾ എന്നെ കണ്ടിലേക്ക് വിഷമിക്കുമല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് അനി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അനാമിക, എടാ നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ദേഷ്യത്തിൽ വിളിക്കണം. അത് കേട്ടതും അനി അനാമികയുടെ പിന്നാലെ പോവുക ജ്യൂസ് കുടിക്കാനായിട്ട്. ഈ സമയം വീട്ടിലെത്തിയ നയനയാണ് കാണിക്കുന്നത്. അപ്പോൾ നവ്യയും കനകയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മേ, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്കോ? വീട്ടിലേക്ക് മോള് വന്നാൽ അമ്മയ്ക്ക് സന്തോഷമുള്ളൂ. പക്ഷെ മോള് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മോൾക്ക് അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, അതെൻ്റെ അവസ്ഥ കൊണ്ടല്ലേ അമ്മേ, എൻ്റെ പക്വത കുറവുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇപ്പം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ നവ്യ പറയാ. പക്ഷെ മോൾ ഒന്നോർക്കണം, എന്തായാലും മോളങ്ങോട്ട് വന്നാൽ അഭിമോൻ മോളെ തിരിച്ചു വിളിക്കില്ല. പക്ഷേ നയനമോളെ അങ്ങനെയല്ല. നയനമോൾ അവിടെ വന്ന് നിന്നപ്പോൾ ആദർശ് മോൻ മറ്റുള്ളവരുടെ പേര് പറയുന്നുണ്ടെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം നയനമോളെ വിളിച്ചുകൊണ്ട് വന്നത്, ആരുടെയും വാക്ക് കേൾക്കാതെ. അത് ശരിയാണല്ലേ അമ്മേ? നമ്മൾ ഇത്രയും നാളും പേടിച്ചാണ് കഴിഞ്ഞത്. കാരണം ആദർശേട്ടന് നയനെ ഇഷ്ടമല്ലേ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആദർശേട്ടനോട് നയനയോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. അത് ശരിയാ മോളെ. അതുകൊണ്ട് മോളൊന്ന് ചിന്തിക്കണം. മോള് വഴക്കിട്ട് അവിടെ വന്ന് നിൽക്കണ്ട, അത് ശരിയാവില്ല. അങ്ങനെ നിന്നാൽ ഇവിടെയുള്ള മോളുടെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും അത് തരവാവും. മനസ്സിലായമേ
എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന വരിക. ആഹാ, മോളിതെവിടെ പോയതാ മോളെ? ആരോടൊന്നും പറയാതെ. അത് പിന്നെ അമ്മേ, ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി പോയതല്ല, അനിയുടെ കാര്യത്തിന് വേണ്ടി പോയതാ. അനിയുടെ കാര്യം? അതെ, അനി ഇവിടുന്ന് ബൈക്കിൽ പോകുന്ന കണ്ടപ്പോൾ ഞാനും പിന്നാലെ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അനിയെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാത്തു നിൽക്കുകയെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അല്ലമ്മേ, അനാമികയാണ് കാത്തുന്നത്. ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ അനാമികയെ കണ്ടിട്ടും അവന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അനാമികയെ അവൻ വിളിച്ച് വരുത്തിയെന്ന് ഓർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. അതങ്ങനെയാ മോളെ. പുറമേയൊക്കെ അവന് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അനാമികയോട് അവന് ഇഷ്ടമുണ്ട്. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ അഭിനയിക്കുന്നതാണെങ്കിലോ ഇഷ്ടമില്ലാത്ത പോലെ. ഇല്ലമ്മേ, അനിയുടെ മനസ്സ് എനിക്കറിയാം. അനിയുടെ മനസ്സിൽ ആരൊക്കെയോ ഉണ്ട്. ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് കേട്ടതും അതെന്തിനാ മോളെ? അവരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുമല്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് അനിയുടെ കല്യാണം നടത്തുക, അതല്ലാതെ വേറെ വഴിയില്ല. മുത്തശ്ശനാണ് അനാമികയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉടക്കാതിരിക്കുന്നത് നല്ലത്. ഉടക്കാനല്ലമ്മേ, എന്തൊക്കെയായാലും ആ പെൺകുട്ടിയുടെ മനസ്സ്, ആ പെൺകുട്ടിയുടെ സങ്കടം അതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. അതിനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കണം. അത് നയന പറഞ്ഞത് ശരിയാ. ആ പെൺകുട്ടി അനി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയാണ് ഇവിടെ മരുമകളായിട്ട് വരേണ്ടത്. അല്ലാതെ അനി സ്നേഹിക്കാത്ത പെൺകുട്ടി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അത് കേട്ടതും നമ്മുടെ കനക, അതെന്തിനാ അങ്ങനെ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ രണ്ട് മരുമക്കളും ഇവിടെ വന്ന രീതി അറിയാമല്ലോ. ഇപ്പോഴും നിങ്ങൾ വലിഞ്ഞു കയറി വന്നതാണെന്ന് ഇവിടെ പലരും പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മറന്നിട്ടാണോ മറ്റൊരു പെൺകുട്ടിയെ കൂടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാമെന്ന് പറയുന്നേ? അല്ലമ്മേ, അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും അനിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ. അനിയൊരു പാവമാണ്. പക്ഷെ അനിയുടെ ഭാര്യയെ കുറ്റം പറയുന്ന ആരാണെങ്കിലും അനി വെറുതെ വിടില്ല. അനി അതിനുള്ള തക്ക മറുപടി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അനിയുടെ കാര്യത്തിൽ എനിക്കൊന്നേ തീരുമാനിക്കാനുള്ളൂ. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അവളോട് സംസാരിച്ച് ഈ വീടിൻ്റെ കാര്യങ്ങളും കഷ്ടതകളും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മനസ്സിനെ സമാധാനപ്പെടുത്തി പിന്തിരിപ്പിക്കണം. എന്നിട്ട് അനാമികയുടെയും അനിയുടെയും കല്യാണം നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മോളെ. പക്ഷേ അങ്ങനെയൊന്നും ആ പെൺകുട്ടി സമ്മതിച്ചില്ലെങ്കിലോ? അതൊക്കെ സമ്മതിക്കുമമ്മേ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്തായാലും നയനെ, അനിയുടെ മനസ്സിലൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ കല്യാണം തന്നെ നടത്തുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇനിയൊരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അബി എന്നോട് പെരുമാറുന്നത് പോലെ പെരുമാറിയ അതൊട്ടും സഹിക്കാൻ പറ്റില്ല ആ പെൺകുട്ടിക്ക്. നമ്മളെപ്പോലെ അവളും കരയണോ എന്നൊക്കെ പറഞ്ഞ് നവ്യവും ഉപദേശിക്കേണ്ടത് കേട്ടത്. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. എന്തായാലും എനിക്ക് 2 പേരുടെ മനസ്സറിയാനുണ്ട്, നന്ദുവിൻ്റെയും അനിയുടെയും. നന്ദുവിന് എന്താ പറ്റിയെന്നും അറിയില്ല, അനിക്ക് എന്താ പറ്റിയെന്നും അറിയില്ല. ഇനി നന്ദുവിൻ്റെ മനസ്സിൽ അനിക്ക് പറ്റിയ പോലെ വല്ല പ്രേമവും കയറി കൂടിയിട്ടുണ്ടാവോ? ഇപ്പൊ വയസ്സതല്ലേ മോളെ, അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ് നയനയും ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി അവിടെ നിന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്ക് നയനയെ കണ്ടതും, നീ ഇതെങ്ങോട്ടാ പോയത്? ആരോടും ചോദിക്കാതെയും പറയാതെയും? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാമ്മേ. ഓ, നീ ഫ്രണ്ടിനെ കാണാൻ പോയതാണോ? ഞാൻ കരുതി നീ നിൻ്റെ വീട്ടിലേക്ക് പോയതാന്ന്. ഞാൻ കുറേ സന്തോഷിച്ചു. നീ നിൻ്റെ വീട്ടിലേക്ക് പോയതല്ല അല്ലേ? അത് കേട്ടതും അമ്മയ്ക്ക് ഞാൻ വീട്ടിലേക്ക് പോകുന്ന അത്രയ്ക്ക് വലിയ സന്തോഷമാണോ? പിന്നെ ഒരുപാട് സന്തോഷമാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, അമ്മയുടെ മോനോട് പറ എന്നെ വീട്ടിൽ കൊണ്ട് തിരിച്ചാക്കാൻ. അവനോട് ഞാൻ പറയുന്നുണ്ട്. അത് കേട്ടതും അമ്മേ, എനിക്കറിയാം അമ്മ എത്രയൊക്കെ ആദർശേട്ടനോട് പറഞ്ഞാലും ആദർശേട്ടൻ കേൾക്കില്ല. കാരണം ഞാനില്ലാതെ ആദർശേട്ടന് പറ്റില്ലമ്മേ എന്നും നയന മനസ്സിൽ വിചാരിക്കുക. ഈ സമയം നീ കുറച്ച് ദിവസം നിൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ ഇവിടെ ഭയങ്കര സമാധാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ സമാധാനമൊക്കെ പോയി നീ തിരിച്ചു വന്നപ്പോൾ. അത് കേട്ടതും അമ്മയ്ക്കപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് സമാധാനമില്ലാത്ത കാര്യമാണല്ലേ? അതെ, എന്ത് ചെയ്യാനാ, നീ വന്നപ്പോൾ ഞങ്ങളുടെ വില പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ഇങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ മോനോട് ഉറപ്പായിട്ടും പറഞ്ഞു എന്നെ കൊണ്ടാക്കാൻ. ഞാൻ പോയിക്കോളാം, എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അത് കേട്ടത് ഭയങ്കര സന്തോഷത്തോടെ ദേവേനെ നമ്മുടെ നയനെ നോക്കുക. സത്യമായിട്ട് നീ പോകുമോ? പിന്നെ ഞാൻ പോകും. അയ്യോ, അങ്ങനെ പോയാൽ എനിക്ക് പണി കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനെ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുക. ഞാനിനി ഈ പറഞ്ഞതൊന്നും പോയി മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയണ്ട. ശരി, ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നില്ല. എനിക്കറിയാം അമ്മേ,
മോനും അമ്മയ്ക്കും ഞാനില്ലാതെ പറ്റില്ല എന്ന്. ഞാനിവിടുന്ന് പോയതിന് ശേഷം അമ്മ അടുക്കളയിൽ കയറി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് എൻ്റെ മുൻപിൽ അഭിനയിക്കാനും കുറച്ച് ഇത് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ പോവുകയാണ്. ഈ സമയം നയന പോയി കഴിഞ്ഞ് ദേവയാനി ആലോചിക്കുക, അവളില്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല, എന്നാലും തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി നിൽക്കുവാണ്. ഈ സമയം പിന്നീട് അനാമികയും അനിയാണ് കാണിക്കുന്നത്. എന്താടാ നിനക്ക് എന്താ പറ്റിയേ? എൻ്റെ കൂടെ ഇരുന്ന് ജ്യൂസ് കുടിക്കാൻ പോലും നിനക്ക് സമയമില്ല അല്ലേ? അത് കേട്ടതും അല്ല അനാമിക, ഞാൻ അവനോട് അവിടെ വരാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ പിന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അത് വേണ്ട, അത് ശരിയാവില്ല. ഇവൻ ആരെയോ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും എനിക്കൊരു സംശയമുണ്ട്, ഇവൻ്റെ കൂട്ടുകാരിയാണോ കാണാൻ പോകുന്നതെന്ന് അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നന്ദു അവിടെ വന്ന് തിരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ, നന്ദുവിന് സങ്കടമായി കാണും, എന്നെ കണ്ടില്ലെങ്കിൽ അവൾ വിഷമിക്കില്ലേ? സത്യം പറഞ്ഞാൽ അവൾ വന്നപ്പോൾ അനാമികയും കൂട്ടി ഞാൻ പോകുന്നത് അവൾ കണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ ഇരുന്ന ജ്യൂസിലിട്ട് സ്ട്രോയും കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അനാമിക അത് ശ്രദ്ധിച്ചു. എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല അനാമിക, ഞാൻ പോയിക്കോട്ടെ. പോണോ? എങ്ങോട്ട്? അങ്ങനെയൊന്നും പോകണ്ട, നീ ഇവിടെ നിന്ന് ജ്യൂസ് കുടിക്ക്. നിനക്കിപ്പോൾ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അല്ലേ? എന്നോട് സംസാരിക്കുന്നത് പോലും വെറുപ്പാണല്ലേ? വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിനക്കിപ്പോൾ എന്നേക്കാൾ പ്രാധാന്യം നിൻ്റെ ഫ്രണ്ട്സുകളാണ്. അനാമിക എനിക്ക് 2-3 കല്യാണം വിളിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നു. എടാ, നിൻ്റെ മനസ്സൊക്കെ എനിക്കറിയാം. നിനക്ക് എന്നോട് ഇഷ്ടമില്ല, നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങ് പോയിക്കോ, പോന്നെങ്കിൽ നീ അങ്ങ് പോയിക്കോ, ഞാൻ എതിർക്കുന്നില്ല എന്നും അനാമിക ദേഷ്യപ്പെട്ട് പറയുക. അത് കേട്ടതും ഈശ്വര, ഇവിടുന്ന് പോകാൻ എന്താ ഒരു വഴി? ഇവളാണെങ്കിൽ എന്നെ ശ്വാസം മുട്ടിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക, എടാ, നിൻ്റെ മൂർത്തീസ് ജ്വല്ലറിയുടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് 10 മാറ്റ് സ്വർണമെന്ന്. അതുകൊണ്ട് അത് സത്യ, 10 മാറ്റ് സ്വർണം തന്നെയാണ് നിൻ്റെ മൂർത്തീസ് ജ്വല്ലറി കൊടുക്കുന്നത്. അതുപോലെയാണ് അവിടുത്തെ പയ്യന്മാരും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എനിക്ക് തെറ്റി, ഞാൻ എന്തായാലും തെറ്റായി ചിന്തിച്ചു, അതുറപ്പാ എന്നൊക്കെ പറയാണ് അനാമിക. ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നതിനാ ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഈശ്വര, എത്രയൊക്കെ ചിന്തിച്ചിട്ടും എനിക്കെന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? അനാമികയെ കല്യാണം കഴിക്കാൻ പോവുക, അത് ഞാൻ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഈ ചെയ്യുന്നത് ശരിയായ കാര്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാനെ, എന്താ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. ഈശ്വര, എങ്ങനെയെങ്കിലും അനാമികയും അനിയും ഒന്നിക്കണം. എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്തൊക്കെ സംഭവിച്ചാലും അനാമികയും അനിയുമാണോ ഒന്നിക്കേണ്ടത്. ഞാൻ ആ വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല എന്നൊക്കെ വിഷമിച്ച് നന്ദു വീണ്ടും ജ്യൂസ് കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക. ഈ സമയം അനിയാണെങ്കിൽ ജ്യൂസ് കുടിക്കാണ്ടിരിക്കുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വന്നോടാ, നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ മനസ്സ് മുഴുവനും വെല്ലെടുത്തോന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല അനാമിക. എന്താണെങ്കിലും എന്നോട് പറ, നീ എന്തിനാ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് മറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിൻ്റെ മനസ്സിൽ എന്തോ വലിയ വിഷമമുണ്ട്, അതെന്താണെന്ന് നീ പറയുന്നില്ല. എന്താണെങ്കിലും നീ എന്നോട് പറഞ്ഞോ? നിനക്ക് പോണമെങ്കിൽ പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴേക്കും പൈസ മേടിക്കാനായിട്ട് അയാൾ വരിക. ഞാൻ കാശ് കൊടുത്തോളാം എന്നും പറഞ്ഞ് അനാമിക കാശ് കൊടുത്തു. അപ്പോൾ അനി അവിടെ നിന്നാൽ ഞാൻ പോട്ടെ അനാമിക എന്നും പറഞ്ഞുകൊണ്ട് പോവുക. അനി പോയി കഴിഞ്ഞതും അനാമിക, ഇവൻ ഏതോ ആരെ കാണാൻ പോണെന്ന് അറിഞ്ഞേ പറ്റൂ, ഇവൻ്റെ മനസ്സ് കണ്ടിട്ട് വേറെ എന്തോ വിഷമം ഇവനെ അലട്ടുന്നുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് അനാമികയും പിന്നാലെ പോവുക. ഇതേ സമയം അനിയാണ് കാണിക്കുന്നത്. അനി നന്ദുവിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുക. എന്താ നന്ദു, നീ എന്താ ഇങ്ങനെ? എന്താ അനി ഇത്? അനാമികയാണ് അനി കല്യാണം കഴിക്കേണ്ടത്. ആ സമയത്ത് അനി ഇങ്ങനെ എന്നെ ശല്യം ചെയ്യരുത്. അനിക്കറിയോ, അന്ന് രാത്രി അനി വീട്ടിൽ വന്നു പോയതിന് ശേഷം ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. എടോ, എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ടാണ് നന്ദു ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് തന്നാൽ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിന് സന്തോഷമാവും. അത് കേട്ടതും നമുക്ക് അനുകൂലമായിട്ടുള്ള മറുപടിയാണ് തരുന്നെങ്കിലും പിന്നെ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നും അനി. അത് കേട്ടതും നന്ദുവിന് പേടിയായി. വേണ്ട അനി, എൻ്റെ 2 ചേച്ചിമാരും ആ വീട്ടിലെ മരുമക്കളാണ്. അതിനെന്താ കുഴപ്പം? തനിക്കും എൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ?
എനിക്കറിയാലോ എൻ്റെ ചേച്ചിമാർ കഷ്ടപ്പെടുന്നത്, അതുപോലെ ഞാനും കഷ്ടപ്പെടണമെന്നാണോ? ഒരിക്കലുമില്ല. എൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി ആ വീട്ടിൽ ഒരു കഷ്ടപ്പാടും അനുഭവിക്കില്ല. താൻ ഒരു വാക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. ഇത്തിരിയല്ല, ഒത്തിരി റിസ്ക് ആണെങ്കിലും ഞാൻ എടുക്കും. എനിക്ക് അനാമിക ഇഷ്ടമല്ല, അറിയാലോ. വീട്ടുകാർ എന്നോട് ആലോചിക്കാതെ തീരുമാനിച്ച കല്യാണം ഇത്. അല്ലാതെ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല നന്ദു എന്നും പറഞ്ഞ് അനി പറയാണ്. ഇത് കേട്ടതും നന്ദുവിൻ്റെ മനസ്സാകെ വിഷമത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദു ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അതെല്ലാം കണ്ട് ഞെട്ടലോടെ അനാമികയും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.